RSSന്റെ വോട്ട് കിട്ടി ആ മുന്നണിയിൽ ജയിച്ചു വന്ന ആളാണ് പിണറായി വിജയൻ. കേരളത്തിലെ ഒറ്റ കോൺഗ്രസ്സുകാരനും ഒരു RSSകാരൻ്റെ പിന്തുണയോടുകൂടിയും ഒരു BJPയുടെ പിന്തുണയോടുകൂടി നിയമസഭയിൽ വന്നിട്ടില്ല. ഞങ്ങൾ ആരും അന്നത്തെ ജനസംഘത്തിൻ്റെ പിന്തുണയോടുകൂടി ഒരുമിച്ച് മത്സരിച്ച് ഒരേ പാനൽ മത്സരിച്ച് KG മാരാരാണ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രസംഗിച്ചത്. അങ്ങനെ വന്ന ആളാണിത്. പിന്നെ അധികാരത്തിൽ വന്നപ്പോൾ സ്വന്തം നമ്പർ 1 കാറ് മാറ്റി ഹോട്ടലിൽ വന്ന് RSS നേതാക്കളുമായി രഹസ്യ ചർച്ച നടത്തിയ CPM മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. RSS വിരുദ്ധതയും സംഘപരിവാർ വിരുദ്ധതയും ഞങ്ങളെ പഠിപ്പിക്കാൻ പിണറായി വിജയൻ വരണ്ട. അവരുടെ കൂട്ടിലാണ്, അവരുടെ കീഴിലാണ്. പഴയ ചരിത്രവും പറയിപ്പിക്കേണ്ട. അവരുടെ കൂടെയായിരുന്നു, അവരുടെ കൂടെ. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങളെ പ്രസ്താവന. RSSുമായി കൂട്ടുകൂടേണ്ടി വന്നിട്ടുണ്ട് എന്ന പിണറായി വിജയൻ്റെ പ്രസ്താവന ഞാനിപ്പോൾ കേൾപ്പിച്ചു തരാം നിങ്ങളെ. എന്നിട്ട് എല്ലാവരും ചരിത്രം മറന്നുപോകും എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ RSS വരണ. RSSൻ്റെ ആടയാഭരണമല്ല, RSS കുഴിച്ച കുഴിയിലാണ് ഇറങ്ങിയിരുന്നിരുന്നത് ഇത്രയും നാൾ. മനസ്സിലായില്ലേ? RSSൻ്റെ പിന്തുണയോടുകൂടി ജയിച്ചു വന്ന ആളാണ്. ഞങ്ങളെ പഠിപ്പിക്കണ്ട RSS വിരോധം. അവിടുന്ന് ഞങ്ങൾക്ക് ക്ലാസ്സും വേണ്ട.